ASM പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ, എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ഒന്ന് ചെയ്തു നോക്കണേ. അതിൽ ആദ്യത്തെ ചോദ്യം, ടേക്ക് ആൻ അംബ്രല്ല വിത്ത് യു ലസ്റ്റ് യു ഡാഷ് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. കണ്ടല്ലോ, ടേക്ക് ആൻ അംബ്രല്ല വിത്ത് യു ലസ്റ്റ് യു ഡാഷ് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഷുഡ് ഓപ്ഷനിലുണ്ട്, വുഡ് ഉണ്ട്, കുഡ് ഉണ്ട്, അതുപോലെ വില്ലുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും, നമ്മുടെ കൺജങ്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. ഓർമ്മയിലിരിക്കാം, ലെസ്റ്റ് വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് ഷുഡ് വന്നിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഷുഡാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നോട്ട് ഓൺലി വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് എന്ത് വന്നിട്ടുണ്ടായിരിക്കും? ബട്ട് ആൾസോ വന്നിട്ടുണ്ടായിരിക്കണം. ഓർമ്മയിലിരിക്കുക, നോട്ട് ഓൺലി വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് ബട്ട് ആൾസോ വരണം. എയ്തർ വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് ഏത് വരണം? ഓർ വരണം. അപ്പൊ നെയ്തർ ആണെങ്കിലോ, നൈദർ വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് നോർ വരണം. അതുപോലെ സോ വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് ദാറ്റ് വരണം. സോ ദാറ്റ്. ടു വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് TO2 വന്നിരിക്കണം. ഓർമ്മയിലിരിക്കുക, നോ സൂണർ വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് നോ സൂണർ ദാൻ വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഹാർഡിലേക്ക് വരുന്ന സെന്റൻസുകളുടെ മറുഭാഗത്ത് ഹാർഡിലി വെന്ന് വന്നിട്ടുണ്ടായിരിക്കണം. ഹാർഡിലി, സ്കേഴ്സിലി, ബെയർലി ഒക്കെ വന്നാലും മറുഭാഗത്ത് വെന്ന് വരണം. ഓക്കെ, ലെസ്റ്റിനോടൊപ്പം ചേരുന്നത് ഷുഡ് മാത്രമാണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഷുഡാണ്. അടുത്ത ചോദ്യം നോക്കി. ചോദ്യം ഇതാണ്, ഡാഷ് കം ടു മൈ റെസ്ക്യൂ, ഐ വുഡ് ഹാവ് ബീൻ കിൽഡ് ബൈ ദ ബാൻഡിറ്റ്. തന്നിരിക്കുന്ന ചോദ്യം കണ്ടല്ലോ, ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിലെ മറുഭാഗം നോക്കാം. വുഡ് ഹാവ് ബീൻ കണ്ടല്ലോ, വുഡ് ഹാവ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ മറുഭാഗത്ത് വുഡ് ഹാവ് പ്ലസ് V3 പറഞ്ഞെങ്കിൽ ഇഫ് വരുന്ന ഭാഗത്ത് എന്ത് വരണം മക്കളെ? ഇഫ് വരുന്ന ഭാഗത്ത് ഹാഡ് പ്ലസ് ഏത് വരണം? ഹാഡ് പ്ലസ് V3 വരണം. ഇഫ് വരുന്ന ഭാഗത്ത് ഏത് വരണം? ഹാഡ് പ്ലസ് V3. അപ്പൊ ഹാഡ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. ഒന്നാമതിൽ ഡിഡ് ആണ്, രണ്ടാമതിൽ വുഡ് ആണ്, മൂന്നാമതിൽ കണ്ട ഹാഡ്. ഇവിടെ V3 ഇതാ ഇവിടെ തന്നിട്ടുണ്ട്, ഹാഡ് V3. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏത് ഓപ്ഷനാണ്? സി ഓപ്ഷനോട് ഉത്തരമായിട്ട് വരും. ഇഫ് ക്ലോസ് നമ്മൾ പലതവണ നോക്കിയതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇഫ് ക്ലോസ്. അടുത്ത ചോദ്യം നോക്കിയേ. ദ ഫ്രൈസ് ഫോർത്ത് എസ്റ്റേറ്റ് മീൻസ് കൺവേസ് മോർ ഓർ ലെസ് ദാൻ ദ സെയിം മീനിങ് ആസ്. താഴെ തന്നിരിക്കുന്നതിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അപ്പൊ എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഫോർത്ത് എസ്റ്റേറ്റ് മീൻസ് എന്തുകൊണ്ട്? ഡെൻസ് ഫോറസ്റ്റ് ഓപ്ഷനിലുണ്ട്, ദ പ്രസ് ഉണ്ട്, പിന്നെ എന്താ ഗ്രേവ് യാർഡ് ഉണ്ട്, അതുപോലെ പാർലമെന്റ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ദ പ്രസ് ആണ്. പ്രസ് പത്രമാധ്യമങ്ങൾക്ക് പറയുന്ന പേരാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പാർലമെന്റ് ഒരു കളക്റ്റീവ് നോണായിട്ട് ഉപയോഗിക്കാറുണ്ട്. പാർലമെന്റ് ഓഫ് ഔളിന്റെ കളക്റ്റീവ് നോണാണ് പാർലമെന്റ് കേട്ടോ. ഔളിന്റെ കളക്റ്റീവ് നോണാണ് പാർലമെന്റ്. യാർഡ് എന്ത് ചെയ്യുന്നൂടെ? പിന്നെ അതേപോലെ അപ്പൊ പാർലമെന്റ് ഓഫ് ഔൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. ഹരി ഹാസ് എ സ്ട്രോങ് റിസംബ്ലൻസ് ഡാഷ് ഹിസ് എൽഡർ ബ്രദർ. നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യത്തില് എബൌട്ട് ഉണ്ട്, ടു ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഉണ്ട്, ഹാർഡ്ലി ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ടു ആണ്. റിസംബ്ലൻസ് ടു ഹിസ് എൽഡർ ബ്രദർ, എൻ്റെ എൽഡർ ബ്രദറുമായിട്ട്. ഇപ്പൊ ടു ആണ് റിസംബ്ലൻസ് ടു ഹിസ് എൽഡർ ബ്രദർ. അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ഹി ഹാസിൻഡ് ബീൻ ഹിയർ ഫോർ ഡാറ്റ് സം ടൈം. കണ്ടല്ലോ, തന്നിരിക്കുന്നതിൽ ക്വൈറ്റ്, അറ്റ്ലീസ്റ്റ്, ഹാർഡ്ലി. ഇപ്പൊ നോക്കിയേ, ക്വൈറ്റ് QUIET ക്വൈറ്റ് ഉണ്ട്, QUITE ക്വൈറ്റ് ഉണ്ട്, QUIT ക്വിറ്റ് ഉണ്ട്, QUOTE കോട്ട് ഉണ്ട്. എന്താണ് വ്യത്യാസം? നിങ്ങൾ നോക്കിയേ, ഈ ഓർമ്മയിരിക്കും, ഈ വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ. ഈ അകത്തിരുന്ന് കഴിഞ്ഞാൽ, നമ്മളൊക്കെ വീടിനകത്ത് ഈ നമ്മളാണെന്ന് നോക്കുക. ഈ അകത്തിരുന്ന് കഴിഞ്ഞാൽ സൈലന്റ് ആയിരിക്കും. ഈ അകത്തിരുന്ന് നമ്മളൊക്കെ വീടിനുള്ളിലാണെങ്കിൽ വളരെ സൈലന്റ് ആയിരിക്കും, നല്ല പിള്ളേരിക്കും ഇല്ലേ?
എന്നാലോ ഈ പുറത്തിറങ്ങിയാലോ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയാലോ, അതായത് അച്ഛൻ്റെ അമ്മേനെയും കൺവെർട്ടിൽ നിന്ന് മാറിയാലോ, മഹാപന്നകളായിരിക്കും. അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്. അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്ന് പഠിക്കാം. അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. ഓക്കെ. ഇനി ക്വിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളെ വീട്ടുകാർ നമ്മൾ പുറത്തിറങ്ങി കാണിക്കുന്ന എന്ത് ചെയ്യുന്നു, കുരുത്തക്കേട് കണ്ടു കഴിഞ്ഞാൽ ഈയെ ചവിട്ടി പുറത്താക്കും, അതായത് നമ്മളെ ചവിട്ടി പുറത്താക്കും. അപ്പോൾ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ക്വിറ്റ് മീൻസ് ലീവ്, വിട്ടുപോകുക, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും, ലീവ്. അപ്പോൾ നമ്മൾ എന്തും പറഞ്ഞു നടക്കും, വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടാൽ കോട്ടും പറഞ്ഞു നടക്കും. മഹത് വചനം, കോട്ട്സ് മീൻസ് മഹത് വചനമാണ്. ഇപ്പോൾ പറഞ്ഞേ QUIET എന്ത് ചെയ്യും, ക്വയറ്റ് മീൻസ് സൈലന്റ്. QUITE ക്വയറ്റ് മീൻസ് അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി. അതേപോലെ ക്വിറ്റ് മീൻസ് ലീവ്, വിട്ടുപോവുക. കോട്ട് മീൻസ് മഹത് വചനം. ഓർമ്മയിലിരിക്കുക. അപ്പോൾ നമുക്കിവിടെ ഇതേ ഉത്തരം വരുന്നുണ്ടല്ലേ. He hasn't been here for that some time. സൈലന്റ് ടൈം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അബ്സല്യൂട്ട്ലി ക്വയറ്റ് എന്ത് ചെയ്യുന്നത്, സം ടൈം. അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. For the last 6 months he dashed Ayurvedic treatment for his asthma. കണ്ടല്ലോ. അപ്പോൾ ലാസ്റ്റ് ഒക്കെ വരുന്നുണ്ട് സെന്റൻസ് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓപ്ഷൻ നോക്കുക. ഈസ് വരില്ല, ഈസ് പ്രസന്റ് ആണ്. വാസ് പാസ്റ്റ് ആണ്, വരാം. ടേക്സ് വന്നിരിക്കുന്നു, പ്രസന്റ് ആണ്. ഹാസ് വന്നിരിക്കുന്നു, പ്രസന്റ് ആണ്. ഉത്തരമായിട്ട് വരുന്നത് വാസ്. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം വാസ് ആയതുകൊണ്ട് നമുക്ക് മറുഭാഗത്ത് എന്ത് തന്നെ എടുക്കാം, വാസ് തന്നെ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം പാസ്റ്റ് ആയതുകൊണ്ട് പാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉത്തരമായിട്ട് എടുത്തു. അടുത്ത ചോദ്യം നോക്കി. റെഡ് ടേപ്പ് മീൻസ് ഡാഷ്. റെഡ് ടേപ്പ് ഇഡിയോണ്, എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒഫീഷ്യൽ ഡിലേ എന്നാണ് പറയുന്നത് കേട്ടോ. റെഡ് ടേപ്പ് മീൻസ് ഒഫീഷ്യൽ ഡിലേ എന്നാണ് വരുന്നത്. ഒഫീഷ്യൽ ഡിലേ എന്ന അർത്ഥത്തിൽ വരുന്നു കേട്ടോ. റെഡ് ടേപ്പ് ഒഫീഷ്യൽ ഡിലേ. എന്നാൽ റെഡിങ് എന്ന് പറഞ്ഞാലോ, റെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് എന്നാണ്. റെഡിങ് ഡെപ്റ്റ് എന്ത് ചെയ്യുന്നത്, കടമെന്നാണ്. അതേപോലെ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാലോ, ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫീൽ ബ്ലൂ മീൻസ് ബിക്കം സാഡ് എന്നാണ് കേട്ടോ. ഫീൽ ബ്ലൂ മീൻസ് ബിക്കം സാഡ്, സങ്കടപ്പെടുക എന്നാണ്. അതുപോലെ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ, റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ സ്ട്രിക്റ്റ് വാർണിംഗ് എന്നാണ് കേട്ടോ. റെഡ് അലേർട്ട് സ്ട്രിക്റ്റ് വാർണിംഗ്, സ്ട്രിക്റ്റ് വാർണിംഗ് എന്നാണ് കേട്ടോ, സ്ട്രിക്റ്റ് വാർണിംഗ്. അതുപോലെ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാലോ, ഇതൊക്കെ ഇഡിയംസ് ആണ്. വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാലോ, ഗൂസ് ചേസ് എന്ന് പറഞ്ഞാലോ, വൈൽഡ് ഗൂസ് ചേസ്. യൂസ്ലെസ് അറ്റംപ്റ്റ് കേട്ടോ, യൂസ്ലെസ് അറ്റംപ്റ്റ്, ഉപയോഗമില്ലാത്ത പ്രവൃത്തികൾ എന്നാണ് കേട്ടോ. വൈൽഡ് ഗൂസ് ചേസ്, യൂസ്ലെസ് അറ്റംപ്റ്റ്. എന്നാ എന്ത് ചെയ്യുന്നൂടെ, അടുത്തത് എന്ത് ചെയ്യുന്നൂടെ, കുക്ക് സംബഡീസ് ഗൂസ് എന്ന് പറഞ്ഞാലോ, കുക്ക് സംബഡീസ് ഗൂസ് എന്ന് പറഞ്ഞാലോ, സംബഡീസ് ഗൂസ് എന്ന് പറഞ്ഞാലോ, എൻഷുർ സംബഡീസ് ഫെയിലുവർ എന്നാണ് കേട്ടോ. എൻഷുർ ഉറപ്പാക്കുക, സംബഡീസ് ഫെയിലുവർ മറ്റുള്ളവരുടെ പരാജയങ്ങൾ ഉറപ്പാക്കുക. എൻഷുർ സംബഡീസ് ഫെയിലുവർ എന്നാണ് കേട്ടോ, മറക്കരുത്. എൻഷുർ സംബഡീസ് ഫെയിലുവർ. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാലോ, ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ മേജർ പാർട്ട് ഓഫ് സംതിങ് എന്നാണ് കേട്ടോ. ലയൺസ് ഷെയർ മീൻസ് മേജർ പാർട്ട് ഓഫ് സംതിങ് എന്നാണ് കേട്ടോ. എന്നാൽ ഫീ എന്ത് ചെയ്യുന്നൂടെ, ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാലോ, ബ്ലൂ മൂണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയർ ഇവന്റ് എന്നാണ് കേട്ടോ. റെയർ ഇവന്റ് എന്ത് ചെയ്യും, വല്ലപ്പോഴും നടക്കുന്ന സംഭവങ്ങൾ, ഇവന്റ് എന്നാണ്, റെയർ ഇവന്റ് എന്നാണ്. ബ്ലൂ മൂൺ മീൻസ് റെയർ ഇവന്റ്, മറക്കരുത്. ഓക്കെ, ഇഡിയംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് ഈസ് ദ കോമൺ ഡാഷ് എ ടൈഗർ ആൻഡ് എ ലയൺ? ഉണ്ടല്ലോ, ബിറ്റ്വീൻ ഉണ്ട്, എമംഗ് ഉണ്ട്, വിത്തിൻ ഉണ്ട്, അമിഡ്സ്റ്റ് ഉണ്ട്. ഏതുത്തരം വരുന്നുണ്ടല്ലേ? ഇപ്പൊ രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ, രണ്ട് കാര്യങ്ങൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബിറ്റ്വീൻ ആണ് ഉപയോഗിക്കും. അവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബിറ്റ്വീൻ. ഇപ്പൊ രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടി ബിറ്റ്വീന്, രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് എമംഗ് ഉപയോഗിക്കുന്നു. രണ്ടിൽ കൂടുതലാണെങ്കിൽ എമംഗ് ഉപയോഗിക്കും. ഇൻറ്റു ആണെങ്കിൽ ഒന്നിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയെന്ന് പറയാൻ വേണ്ടി ഇൻറ്റു ഉപയോഗിക്കുന്നു, ഒന്നിനുള്ളിലേക്ക്. എന്നാൽ അപ്പോൺ എന്ന് പറഞ്ഞാലോ, അപ്പോൺ ഇതെല്ലാം പ്രിപ്പോസിഷൻ ആണ്. ഒന്നിന് മുകളിലേക്ക് എന്ന് പറയാൻ വേണ്ടി അപ്പോൺ ഉപയോഗിക്കുന്നു. ഒരു വസ്തു ഒന്നിന് മുകളിലേക്ക് എന്ന് പറയാൻ വേണ്ടി അപ്പോൺ ഉപയോഗിക്കുന്നു. എന്നാലോ ത്രൂ എന്ന് പറഞ്ഞാലോ, ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലൂടെ എന്ന് പറയാൻ വേണ്ടി ത്രൂ ഉപയോഗിക്കുന്നു. ഒന്നിലൂടെ എന്ന് പറയാൻ വേണ്ടി ത്രൂ ഉപയോഗിക്കുന്നു. ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിലൂടെ എന്ന് പറയാൻ വേണ്ടി ത്രൂ ഉപയോഗിക്കുന്നു. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യും, അടുത്ത് ഉപയോഗിക്കുന്നത് ബിസൈഡ്, ബിസൈഡും അതുപോലെ ബിസൈഡ്സും നമ്മൾ വ്യത്യാസം പറഞ്ഞിട്ടില്ല. ബിസൈഡ്, ബിസൈഡ്സ്,
ബിസൈഡ് കൂടാതെ എന്നർത്ഥം വരുന്നുണ്ട്. കൂടാതെ ബിസൈഡ് സൈഡ് ഓർക്കണം, സൈഡ്. ബിസൈഡ് സമീപത്ത് എന്നർത്ഥത്തിൽ കേട്ടാ, സമീപത്ത് എന്നർത്ഥത്തിൽ. ബിസൈഡ്സ് ആണെങ്കിൽ എസിൽ അവസാനിക്കുന്ന വെർബ്. ബിസൈഡ്സ് കൂടാതെ എന്നർത്ഥം, കൂടാതെ എന്നർത്ഥം വരുന്നിടത്ത് ഉപയോഗിക്കുന്നു. ഓർമ്മയിലിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ദ ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെറ്റ് ദം ഇൻ. ടാഗ് ഉപയോഗിക്കാനാണ്. അപ്പൊ നോക്കിയാണ്ടായി സെന്റൻസ് നെഗറ്റീവ് ആണ്, നോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗ് ചെയ്യണം. ഓക്സിലറി വെർബ് എടുത്ത് എഴുതുക, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. നോക്കുക, ദ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത് ആണായതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഹി പറയാം. വുഡ് അവിടെ ഓക്സിലറി ആണ്, നമുക്ക് വുഡ് ഹി ഉത്തരമായിട്ട് വരും. ഏത് ഓപ്ഷൻ? എ ഓപ്ഷൻ ആയിട്ടുള്ള വുഡ് ഹി അവിടെ ഉത്തരമായിട്ട് വരും. ക്ലിയർ ആണോ കുട്ടികളെ? വുഡ് ഹി ഉത്തരമായിട്ട് വരും. നമ്മൾ 10 ചോദ്യങ്ങളാണ് നോക്കിയത്. 10 ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യവും വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മാർക്ക് 10 കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക. വളരെ കാര്യമായിട്ട് തന്നെ ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.